ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റമദാനായിട്ട് നല്ലൊരു ഫ്രൂട്ട് സലാഡ് റെസിപ്പി ആയിട്ടാണ് വന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ്. നമ്മളിത് റമദാന് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കാരക്ക വേണ്ടത്. മധുരത്തിന് പഞ്ചസാര ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു 6 കാരക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സ് ഒരു കളഞ്ഞെടുക്കുക. 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് കളർ നമുക്കൊരു മഞ്ഞ കളർ കിട്ടുമല്ലോ ഫ്രൂട്ട് സലാഡൊക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ സാഫ്രോണാണ് കേട്ടോ ഉപയോഗിച്ചത്, കുങ്കുമപ്പൂ. പിന്നെ അതാക്കുന്ന 1/2 കപ്പ് ബദാം നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്. അത് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ പെട്ടെന്ന് തൊലി കിട്ടും. പിന്നെ ഈ പൂൽമക്കാന 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വറുത്ത പൂൽമക്കാനാണ് കേട്ടോ. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നൊരു സംഭവം കേട്ടോ. അത് നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ളൊരു സാധനമായിട്ട് പൂൽമക്കാന മക്കൾക്കും എല്ലാവർക്കും പറ്റിയാണ്. മുതിർന്നവർക്കൊക്കെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ എന്താ ചൂട് പാലിൽ ഇതാക്കുന്നത് കുതിർത്ത് വെക്കുക കേട്ടോ. ഇത് 3 ഐറ്റംസ് കുതിർത്ത് വെക്കുക. നമ്മളെ സാഫ്രോണും ഇതിലേക്ക് 2 പിഞ്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 മണിക്കൂർ ഇങ്ങനെ ഒന്ന് നമ്മൾ കുതിർത്ത് വെക്കുക കേട്ടോ, ചൂടുള്ള പാലിൽ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. നമുക്കിത് മിക്സിയിൽ മൊത്തമായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡ് അരച്ച് കഴിഞ്ഞാൽ റെഡിയാവും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുകയും ചെയ്യാൻ വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെക്കുക. 1 മണിക്കൂർ ഇങ്ങനെ ഒന്ന് കുതിർത്ത് വെച്ച് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കേട്ടോ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കുതിർത്ത് വെച്ച് മൂടി വെക്കുക കേട്ടോ. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അതൊരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളതൊക്കെ ഒന്ന് കണ്ടോ താന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളെ ബദാം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വലിയ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. വലിയ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ 1 കപ്പ് പാൽപ്പൊടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുതിർത്തപ്പോൾ 2 കപ്പായിന് ഒഴിച്ചത്. അരച്ചെടുത്തപ്പോൾ 1 കപ്പ് പൊടി ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടും ഒരു നല്ല ഉണ്ടോ കട്ടി കൂടിയിട്ട് ഞാൻ തിക്ക് കൂടിയിട്ട് ഞാൻ കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് പാൽപ്പൊടി ഒഴിച്ച് വീണ്ടും ഒന്ന് അരച്ചിട്ട് നമ്മളെ പാകത്തിനാക്കി എടുക്കുക. നമുക്ക് എത്രയാണോ കട്ടി വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വെനിലയോ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നോട് പറയാൻ വിട്ടുപോയതാണ്. ഏലക്കൻ്റെ പൊടിയാണ് ഏലക്ക ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക കേട്ടോ. തണുപ്പിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കുക. തണുപ്പിഷ്ടമില്ലാത്തവർക്ക് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ഒന്ന് ടേസ്റ്റ് കൂടും. അപ്പോൾ മധുരം പാകത്തിന് ഒരിളം മധുരമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മുന്തിരി, ആപ്പിൾ, പൊമഗ്രാനൈറ്റ്, കിവി, പഴം ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സാണ് അവൈലബിൾ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കുക, കഴിക്കുക. നല്ല ഫുൾ നമ്മളെ വയറ് ഫില്ലാകുന്നൊരു ഫ്രൂട്ട് സലാഡാണ്. നല്ല ക്ഷീണം മാറുന്നതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്ടി, നോമ്പിലൊക്കെ ഉണ്ടായി കഴിച്ച് നോക്കാണ്ടി, അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനിയിതാ ഇങ്ങനെ മുകളിൽ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് പൊടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിക്കുക. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ എഴുതി അറിയിക്കുക ഇഷ്ടമായോ ഇല്ലേ നോക്കാം. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എൻ്റെ മറ്റ് വീഡിയോകളൊക്കെ കണ്ടു വന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ബായ്, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.